എനിക്കർപ്പിച്ച ആ കർത്തവ്യം നിറവേറ്റാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടതാണ്. പിന്നെ തൃശ്ശൂർക്കാർ പറയുന്ന പോലെ സുരേഷ് പറഞ്ഞ 10 മിനിറ്റാണ്. ഞാൻ 10 മിനിറ്റ് 20 മിനിറ്റ് എടുത്ത് സംസാരിക്കണം. കാരണം അത്ര ഫാസ്റ്റാണ് അല്ലേ സ്റ്റീഫൻ? തൃശ്ശൂർക്കാരെ എല്ലാത്തും ഫാസ്റ്റാണ്. ഭാഷ കൊണ്ടും പ്രവൃത്തി കൊണ്ടും എല്ലാ മേഖലയ്ക്ക് അതിനാണ് നമ്മൾ ന്യായമായ റേറ്റും ന്യായമായ കൂലിയൊക്കെ ചോദിക്കുന്നത്. ടൈൽസ് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന നമ്മുടെ ഈ സ്വതന്ത്ര സംഘടനയിലേക്ക് അംഗമാവുന്ന മുഴുവൻ തൊഴിലാളികളും സുരക്ഷിതരായിരിക്കണം. അവരുടെ എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളിലും നമുക്ക് ഇടപെടാനും അവരെ സഹായിക്കാനും നമ്മുടെ കുടുംബത്തെ പോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളെ പോലെ തന്നെ ചേർത്ത് പിടിക്കാനും നമുക്ക് കഴിയണം എന്നുള്ളതാണ് നമ്മുടെ യൂണിയന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം. കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ തൃശ്ശൂർ ജില്ലയിൽ 2020-2009 മുതൽ നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. എങ്കിൽ കൂടി ഞാൻ മുഴുവൻ കാര്യങ്ങൾ പറയല്ല. 2022 ശേഷം നിരവധി തൊഴിൽ പ്രശ്നങ്ങളിൽ ഇരിക്കുന്ന നിരവധി തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ നമുക്ക് ഇടപെടാനും വേണ്ടത്ര വിഷയം കൈവരിക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. പലതരത്തിലുള്ള രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ആൾക്കാരും NGO അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരും അതേപോലെ തന്നെ RTO ഉൾപ്പെടെ നിരവധി പേര് നമ്മുടെ തൊഴിലാളികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാവിലെ പകലില്ലാതെ തൊഴിലെടുത്ത് അവർക്ക് അവസാനം കൊടുക്കേണ്ട തുച്ഛമായ തുക കൊടുക്കാതെ ന്യായം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കുറെ വീട്ടുടമസ്ഥന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇവരോട് നമുക്ക് പറയാനുള്ളത്, ശരാശരി ഒരു തൊഴിലാളി ഒരു ദിവസം സിമന്റ് ഉൾപ്പെടെ പൊടിപടലങ്ങള് 30 ഗ്രാം പൊടിപടലങ്ങൾ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിലാളി, കെമിക്കലുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള പ്രൊഡക്റ്റുകളും ഉപയോഗിക്കുന്ന ഒരു തൊഴിലാളി, ശരാശരി മനുഷ്യന്റെ ആയുസ്സെത്താതെ മരണപ്പെട്ടു പോകുന്ന ത്വക്ക് രോഗങ്ങൾ അനുഭവിക്കുന്ന നിരവധി പ്രയാസങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന തൊഴിലാളികളാണ് ഈ നിൽക്കുന്നവർ മുഴുവനായിട്ട്. സാധാരണ ശരാശരി തൊഴിലാളി എന്ന് പറയുമ്പോൾ ആ തൊഴിലാളിക്ക് ഒരു 45 വയസ്സ് മുതൽ 50 വയസ്സ് വരെ വളരെ ഭംഗിയായിട്ട് തൊഴിലെടുക്കാനായിട്ട് കഴിയും. ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്നത് ശരാശരി 40 വയസ്സാത്രേ. ദൈവം നൽകിയിട്ട് 40 വയസ്സാണ്. 40 വയസ്സിനുള്ളിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ വരാനായിട്ട് സാധ്യതയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഒരു കഥയാണ്, അത് നമുക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാനായിട്ട് കഴിയുമെന്നറിയില്ല. എങ്കിൽ കൂടി ഞാൻ സൂചിപ്പിക്കുകയാണ്. ദൈവം ആയുസ് കൊടുക്കാനായിട്ട് ഈ ഭൂമിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളെയും വിളിച്ചു വരുത്തി എന്നാണ് പറയുന്നത്. ആയുസ് കൊടുക്കാനായിട്ട് വിളിച്ചു വരുത്തിയ സമയത്ത് മനുഷ്യനും മൂങ്ങയും പോത്തും നായയും വളരെ വൈകിയാത്ര ഈ വിളിച്ചു വരുത്തിയ ആ സ്ഥലത്തേക്ക് എത്തിയത്. അപ്പൊ ദൈവം പറഞ്ഞു, എല്ലാവർക്കും തുല്യമായി